റമദാൻ മാസത്തിൽ യുഎഇയിലെ സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ടാകും. സ്കൂളുകളിലെ ക്ലാസ് സമയം പരമാവധി 5 മണിക്കൂറാക്കി കുറയ്ക്കും. സ്വകാര്യ മേഖലയിലെ ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിൽ റമദാനിൽ മാറ്റമുണ്ടാകും. യുഎഇ മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവുമാണ് റമദാനിലെ പ്രവർത്തന സമയം അന്തിമമായി പ്രഖ്യാപിക്കുക. ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ ജോലി സമയത്തിൽ വിവിധ മന്ത്രാലയങ്ങൾ വരുത്തും. സർക്കാർ മേഖലയിൽ പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാകും പ്രവൃത്തി സമയം. മുൻവർഷങ്ങളിൽ ഇത്തരത്തിലുള്ള സമയക്രമമാണ് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നത്. സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ജോലി സമയത്തിൽ 2 മണിക്കൂർ കുറവ് നൽകാൻ മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ റമദാൻ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഇത് സംബന്ധിച്ച അന്തിമ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം പരമാവധി 5 മണിക്കൂർ മാത്രമേ അധ്യയനം അനുവദിക്കൂ. വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനാ സമയം ഉച്ചയ്ക്ക് 12:45 ഏകീകരിച്ചതിനാൽ സ്കൂളുകളിലെ ക്ലാസ് സമയം 11:30 അവസാനിക്കും. സാലിക് നിരക്ക്, പാർക്കിംഗ് സംവിധാനം എന്നിവയിലും ഇക്കാലയളവിൽ മാറ്റമുണ്ടാകും. ദുബായിൽ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് നിലവിൽ പണമടച്ചുള്ള പാർക്കിംഗ്. റമദാനിൽ ഇത് 2 ഘട്ടമായി നടപ്പാക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയും രാത്രി 8 മുതൽ രാത്രി 12 മണി വരെയുമായിരിക്കും പെയ്ഡ് പാർക്കിംഗ്. സാലിക് സമയത്തിലും നിരക്കിലും ഇക്കാലയളവിൽ മാറ്റമുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.